കർണാടക സംഗീത പഠനത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്വരജതികളാണ്. സ്വരജതി, ജതിസ്വരം, അതിൻ്റെ വ്യത്യാസങ്ങൾ ഞാൻ പറഞ്ഞു. ജതിസ്വരം എന്ന് പറഞ്ഞാൽ സ്വരം മാത്രമേ ഉണ്ടാവുള്ളൂ. സ്വരജതികളിൽ സ്വരം ഉണ്ടാവും, അതിൻ്റെ അതേപോലെ പാടാനുള്ള സാഹിത്യവും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആനന്ദഭൈരവി രാഗത്തിലുള്ള ഒരു സ്വരജതിയാണ് നമ്മൾ തുടങ്ങി വെച്ചത്. അതിൻ്റെ പല്ലവി നമ്മൾ സ്വരം സാഹിത്യം ഒന്ന് ചൊല്ലി മനസ്സിലാക്കി. ആനന്ദഭൈരവി രാഗം ഒരു ജന്യരാഗമാണ്. 22ാമത് മേളകർത്താരാഗമായ ഖരഹരപ്രിയയിൽ നിന്നും ജനിക്കുന്ന ഒരു ജന്യരാഗമാണ്. 72 മേളകർത്താരാഗങ്ങളാണ്. ആ 72 മേളകർത്താരാഗങ്ങളിൽ നിന്നും ധാരാളം ജന്യരാഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ആനന്ദഭൈരവി 22ാമത് മേളകർത്താരാഗമായ ഖരഹരപ്രിയയുടെ ജന്യമായിട്ടാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ ആരോഹണം അവരോഹണം നമുക്കൊന്നുകൂടി പാടാം. സഗരിഗമ പദാവസ സാനിദപമഗരിസ സഗരിഗമ പദാവസ സാനിദപമഗരിസ. ആരോഹണം വക്രായിട്ടാണ് വരുന്നത്. സഗരിഗമ പദാവസം രണ്ട് ഭാഗത്ത് വക്രായിട്ട് വരുന്നുണ്ട്. സഗരിഗമ, അതുപോലെ പദാവം അവിടെയും വക്രം. സാനിദപമഗരിസ സമ്പൂർണ്ണ രാഗം, വക്ര സമ്പൂർണ്ണ രാഗം എന്നാണ് ഇത്തരം രാഗങ്ങളെ പറയുക. അതുപോലെ സ്വരസ്ഥാനങ്ങൾ ഷഡ്ജം, ചതുശ്രുതി, ഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധം, മധ്യമം, പഞ്ചമം, ചതുശ്രുതി, ദൈവതം, കൈശികി, നിഷാദം. അതാണ് ഖരഹരപ്രിയയുടെ സ്വരസ്ഥാനങ്ങൾ. അതിന് പുറമെ അന്തരഗാന്ധാരം, ശുദ്ധ ദൈവതം, കാകല, നിഷാദം അന്യസ്വരമായിട്ട് വരും. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, വീണ്ടും ഒന്നുകൂടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ പല്ലവി, സ്വരം, സാഹിത്യം ഒന്നുകൂടി നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ആദ്യ താളാണ്. രണ്ട് കളയായിട്ടാണ് പിടിക്കുക. പാം പമഗമ പാമ പമഗരിഗ മഗരിസനി സാ സാ സാരിനി സഗരി ഗമ പദമ പമഗരി ഗമ റാം വേ മോ മഗുവ വീണവുതക കരുണ നേടുവക കുലുകത്തോടു കൊനി റാം. ഇങ്ങനെയാണ് അതിൻ്റെ സ്വരം സാഹിത്യം പാടേണ്ടത്. സ്വരം വരുന്ന അതേപോലെ അതിൻ്റെ സാഹിത്യം ചൊല്ലണം. പാം പമഗമ പാമാം, അതേപോലെ റാ വേ മോ പമഗരി മഗു വീണവുതക വേടുകൊനു കരുണ നേടുവക കുലുകതോടു കൊനി. അപ്പം അതാണ് അതിൻ്റെ പല്ലവി. ഇനി നമുക്ക് അതിൻ്റെ അനുപല്ലവി ഒന്ന് നോക്കാം. ആദ്യം അതിൻ്റെ സ്വരം ഒന്ന് നോക്കാം.
ഈ പല്ലവി അനുപല്ലവി കുറെ ചരണങ്ങളും ഉണ്ടാവും. സ്വരജതി എൻ്റെ ഒരു സമ്പ്രദായം അങ്ങനെയാണ്. പാ പാ മ പ സാ നീ നീ സാ മാ ഗ രി സ നീ സ പ സാ സാ നീ ധ പ മ ഗ മ പ മ ഗ രി ഗ മ. ഒന്നുകൂടി നോക്കാം. പ പ മ പ സാ നീ നീ സാ മാ ഗ രി സ നീ സ പ സാ സ നീ ധ പ മ ഗ മ പ മ ഗ രി ഗ മ. ഗമകം നല്ലോണം കൊടുത്തിട്ടാണ് ഇതൊക്കെ പാടുന്നത്. ശ്രദ്ധിക്കുക. പ മ എന്നൊക്കെ എടുക്കണം. പ പ മ പ മ പ. ഇവിടെ കണ്ടോ? സാ നീ നീ സാ മാ ഗ രി സ നീ സ പ. അവിടെ കണ്ടോ? സാ പ സാ സ നീ ധ പ മ ഗ മ പ മ ഗ രി ഗ മ. ഗമക പ്രാധാന്യത്തോടു കൂടി ഗമകം കൊടുത്ത് പാടണം. രാഗത്തിന്റെ ഭാവം കിട്ടണച്ചാൽ. ഒന്നുകൂടി ചെല്ലാം. പാ പാ. എത്ര ദീർഘം നിൽക്കണുണ്ട് ഒക്കെ ശ്രദ്ധിക്കണം. പായ പായ മ പ. ഒക്കെ രണ്ട് ദീർഘമാണ്. പായ പായ മ പ. അപ്പോൾ പാ പാ മ പ സാ നീ നീ സാ മാ ഗ രി സ നീ സ പ സാ സ നീ ധ പ മ ഗ മ പ മ ഗ രി ഗ മ. ഇതാണ് അതിൻ്റെ സ്വരം. എൻ്റെ സാഹിത്യം നോക്കിക്കോളൂ. വേ വേ ഗ മൂ ഗ ജ നി നാ വി ഭൂ ഗ നു ഗ നി നി വാ ദു വ ല ധ നി നെ മാ ഡ വേണു മണി. അപ്പോൾ ഓരോ ഭാഗത്തും വരുന്ന സാഹിത്യം നമ്മൾ ശ്രദ്ധിക്കുക. സ്വരം നല്ലോണം ഉറച്ചു കഴിഞ്ഞാൽ നമുക്ക് സാഹിത്യം പാടാൻ പറ്റും. ഇപ്പോൾ പാ പാ മ വേ വേ ഗ മൂ ഗ ജ നി പ സാ നീ നീ മൂ ഗ ജ നി നാ സാ വി ഭൂ ഗ നു ഗ നി മാ ഗ രി സ നി സ പ സാ സ നി ധ പ മ നീ വേ നീ വാ ദു വ ല ധ നി നെ മാ
ഗമാ പാമാ നേ മാട വീണു മണി ഗാരി ഗമാ. അപ്പോൾ ഒന്നുകൂടി ചെല്ലാൻ നോക്കിക്കോളൂ. വേഗമു ഗജനി നാ വിഭുഗനു ഗനി വാദുവലഗനി നേമാട വീണു മണിറ വേയമോ മകുവ വീണഭൂതക വേണുകൊന്നു കരുണ നേടുവക കുലുകതോടോ കൊനി. ഇതാണ്. അപ്പോൾ ഇത് പല്ലവി കഴിഞ്ഞ് അനുപല്ലവി പാടിക്കഴിഞ്ഞ് വീണ്ടും നമ്മൾ റാവേയെ അത് പല്ലവി വീണ്ടും എടുത്തു ചെല്ലും. അങ്ങനെയാണ് അതിൻ്റെ ഒരു സമ്പ്രദായം. അപ്പോൾ നമ്മൾ പല്ലവി അനുപല്ലവി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് അനുപല്ലവി വീണ്ടും പാടാം, പല്ലവിയും അനുപല്ലവിയും വീണ്ടും പാടാം. അതിൻ്റെ സാഹിത്യം ഒന്നുകൂടി ചെല്ലാം, സ്വരം ഒന്നുകൂടി ചെല്ലാം. അപ്പോൾ നമുക്കത് ഒന്നുകൂടി മനസ്സിലാവും. കേട്ടിട്ട് നല്ലതുപോലെ മനസ്സിലാവണം. അപ്പോൾ ഞാനിത് യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിലും അത് കാണാൻ പറ്റും. എല്ലാവരും വീഡിയോ കാണുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, അഭിപ്രായം പറയുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.